ഇതുപോലെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ ചാനലുകൾ അടിച്ചുപൂട്ടണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. മാന്യമായി ജീവിക്കുന്നവരെ പോലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി വലിച്ചിടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. തൊപ്പിയുടെ ഗ്യാങ്ങിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഹനാൻ്റെ കൂട്ടുകാരനെയും വൈഫിനെയുമെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹനാൻ സ്ട്രൈക്ക് കൊടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത പല യൂട്യൂബേഴ്സും അത് വീണ്ടും വീണ്ടും എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ട്രോൾ വീഡിയോസും ഒരുപാട് റിയാക്ഷൻ വീഡിയോസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങളുടെയൊക്കെ നാറിയ കേസിലേക്ക് ഇതുപോലെ മാന്യമായി ജീവിക്കുന്നവരെ കൂടി വലിച്ചിടുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വൈറലാകുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ്. ആരുടെയൊക്കെ കൈകളിലേക്കാണ് ആ വീഡിയോസ് എത്തുന്നത് എന്ന് പോലും അറിയില്ല. മെയിൻ ചാനലിൽ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാലും കുറച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും അത് പൊട്ടിമുളച്ചു വരും. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഹനാന്റെ ഭാഗത്തു നിന്ന് ഈ വീഡിയോസ് നീക്കം ചെയ്യുവാനുണ്ടായ ആ തീരുമാനം വളരെ നന്നായി. ആരൊക്കെയാണോ ആ വീഡിയോസ് റിയാക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്, അതുപോലെ ആരുടെയൊക്കെ കയ്യിലാണോ ഈ വീഡിയോസ് ഉള്ളത്, എല്ലാം ഉടനെ കളയണമെന്ന് തന്നെയാണ് ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നത്. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോസ് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരെയെല്ലാം തൂക്കിയെടുത്ത് ജയിലിലിടണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഹനാൻ എന്ന ടാഗ് വെച്ച് കഴിഞ്ഞാൽ വൈറലാകുമെന്ന് കരുതിയിട്ടായിരിക്കും ഇതുപോലെയെല്ലാം വീഡിയോസ് ഇട്ട് പബ്ലിക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പുറത്ത് ഒരു പെൺകുട്ടിയും ഒരു ഫാമിലിയുമാണ് ബാധിക്കുന്നത് എന്നൊന്നും ഓർക്കാതെയാണ് പല ചെറ്റകളും ഈ പരിപാടി ചെയ്യുന്നത്. റീച്ചിന് വേണ്ടി ഏത് തരത്തിലേക്കും തരംതാഴുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തവർക്കെതിരെ നല്ലൊരു ലീഗൽ ആക്ഷൻ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.